സ്നേഹിക്കേണ്ട അടുത്തേ സ്നേഹിക്കാൻ പറ്റുള്ളൂ, എല്ലായിടത്തും സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് പാടില്ല. ചിലപ്പോൾ രക്ഷപ്പെടുമെങ്കിലും വേണ്ടി വരും. സ്നേഹിച്ചവിടെ നിൽക്കാൻ പറ്റുമോ? കൊല്ലാൻ വരുന്നവനോട് ഒരു പാമ്പ് കടിക്കാൻ വരികയാണ്, എല്ലാത്തിനെയും സ്നേഹിക്കണം. സ്നേഹിച്ചവിടെ അങ്ങനെ നിന്ന് കൊടുക്കല. ഒരു പേപ്പട്ടി കടിക്കാൻ വരുന്നു, സ്നേഹിച്ചവിടെ നിന്ന് കൊടുക്കല. പറ്റുമെങ്കിൽ അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ മരത്തുമ്മ കയറണം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തിനു സ്നേഹിക്കുക? അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സ്നേഹിക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് സ്നേഹം മാറുക. അത് മതം പറയണതല്ല. അവിടെ പ്രസിഡന്റ് പറഞ്ഞൊരു വാദമാണ് മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ആരാ പറഞ്ഞത് മതം വെടിയണം മനുഷ്യനെ സ്നേഹിക്കാൻ? ആരാ പറഞ്ഞത്? എന്നിട്ട് അവർ ഉദാഹരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുത്തത്? ബീരാനൗലിയപ്പാപ്പ അവിടെയായിരുന്നു. അദ്ദേഹം മതക്കാരനല്ലായിരുന്നു, സ്നേഹക്കാരനായിരുന്നു. തെളിവെന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പല മതക്കാരും വന്നിരുന്നു. അപ്പൊ ഇസ്ലാമിലൊരു സഹോദരന് ഒരു മതക്കാരനോട് ബന്ധം ഉണ്ടാകാൻ പാടില്ലേ? മമ്പ്രത്ത് തങ്ങളുടെ അടുത്തേക്ക് കോന്തുനായർ വന്നിട്ടില്ലായിരുന്നു? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്ര മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്? റിഫായി ഷെയ്ഖിന്റെ അടുത്തേക്ക് വന്നിട്ടില്ലേ? മൊയ്തീൻ ഷെയ്ഖ് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലേ? നമ്മുടെ ഇപ്പത്തെ ഉസ്താദുമാരുടെ അടുത്തേക്ക് ഒന്നും വരുന്നില്ലേ? ഷെയ്ഖുൽ ഏപ്പിസ്ഥാനെ കാണാൻ അന്യമതക്കാർ വരുന്നില്ലേ? മിനിഞ്ഞാന്ന് പോലും ചെന്നിത്തല പോസ്റ്റ് ഇട്ടല്ലോ, 90-നോടടുത്തിട്ട് ഊർജ്ജസ്വലനായി സാമൂഹിക പ്രവർത്തനം നടക്കുന്ന ഷെയ്ഖുന കാന്തപുരത്തെ സന്ദർശിച്ചു എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അന്യമതക്കാരനല്ലേ? ആരാ പറഞ്ഞത് അന്യരെ സ്നേഹിക്കാൻ മതം വെടിയണമെന്ന്? അവ ഇതെന്താണ് മതത്തെ അവർ മനസ്സിലാക്കിയത്? അവിടെയാണ് പ്രശ്നം. മതത്തെ വെടിയണം, എന്നിട്ട് എന്ത് ചെയ്യണം? സ്നേഹം നടത്തണം. മതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായാൽ ആരെയും സ്നേഹിക്കാൻ പറ്റൂന്ന് അവരുടെ വർത്താനം പറയണം തോന്നിയാൽ.